വെളുപ്പിന് 2:45 എണീറ്റ് റെഡിയായി യൂണിഫോമൊക്കെ ഇട്ട് വെളിയിലോട്ടിറങ്ങിയപ്പോഴത്തേക്കും ഉജാലയിൽ വീണ കുറുക്കനെ പോലെ ഞാൻ ദേ നീലമയം. അത് കഴിഞ്ഞ് ഞാൻ വാപ്പച്ചിയായിട്ട് നേരെ ജംഗ്ഷനിലോട്ട് പോയി. വാപ്പച്ചി ബസ്സൊക്കെ കയറ്റി വിട്ടു കേട്ടോ. എക്സാം ആയിരുന്നു കോളേജിൽ. അപ്പോൾ ഞാൻ കോളേജിൽ പോവാം. അങ്ങനെ ഞാൻ ഉറക്കം എണീറ്റപ്പോഴത്തേക്കും മൂവാറ്റുപുഴ എത്തി. പിന്നെ അവിടെ നിന്ന് നേരെ കോളേജിലേക്ക് പോയപ്പോഴത്തേക്കും പിന്നെ ഹോസ്റ്റലിൽ കയറിയപ്പോൾ ഫുഡ് മേടിച്ചുകൊണ്ട് കയറി. ഹോസ്റ്റലിൽ ചെന്നപ്പോൾ ആകെ ഒരു കോലായിട്ട് കിടക്കിയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മസാല ദോശയുടെ നിവർത്തി അങ്ങോട്ട് കിടത്തി അതിനെ അങ്ങോട്ട് തിന്നിട്ട് ഉച്ചയായപ്പോഴത്തേക്കും ഞാൻ ദേ എക്സാം എഴുതാൻ പോവാണ് കേട്ടോ. എക്സാം എഴുതിയ കഥയൊന്നും പറയാണ്ടിരിക്കുന്നതാണ് ഭേദം. പഠിച്ചതും കൊണ്ടുപോയതും ഒരു സബ്ജക്റ്റ്, വന്നത് വേറെ സബ്ജക്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടി ജസ്റ്റ് ഇറങ്ങിയപ്പോഴത്തേക്കും കടമ്പ്രയാറിൻ്റെ അവിടെ ഒരു ആൻറ്റി അങ്കിളും കുറച്ച് കപ്പലണ്ടി വിൽക്കുന്നുണ്ടായി. പിന്നെ അവരുടെ നിന്ന് ഒരു പൊതി കപ്പലണ്ടിയും മേടിച്ച് കടമ്പ്രയാറിലോട്ട് ഇറങ്ങി. ആറിലോട്ട് ഇറങ്ങിയില്ല, അങ്ങോട്ട് വെറുതെ ഇറങ്ങി. അവിടുത്തെ കാഴ്ച കാണാൻ നല്ല രസമാണ് കേട്ടോ. വൈകിട്ടത്തെ വ്യൂ അടിപൊളിയാണ്. പക്ഷെ നല്ല ചൂടും വെയിലും ആകെ ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടക്കാനൊന്നും ഇറങ്ങിയില്ല. പക്ഷെ അവിടുന്ന് ഒത്തിരി നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ആ ബ്രിഡ്ജിലൊക്കെ കയറി ഒത്തിരി നടക്കാനും കാര്യങ്ങളുണ്ട്. അപ്പുറത്തെ സൈഡ് ആറും കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ചൂടില്ലെങ്കിൽ സെറ്റാണ് അവിടെയൊക്കെ പോയി ഇരിക്കാനായിട്ട്, അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കടയിൽ കയറി എന്ത് കഴിക്കണമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഞാനൊരു മിൻറ്റ് ലൈം ഓർഡർ ചെയ്തു. ആദ്യമായിട്ടാണ് ഞാൻ മിൻറ്റ് ലൈം ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അത് കുടിക്കുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവാം എനിക്കത് ബോധിച്ചില്ലാന്ന്. പിന്നെ കഷ്ടപ്പെട്ട് കുടിക്കേണ്ടി വന്നു. അതും കഴിഞ്ഞ് ഞാൻ ഓർഡർ ചെയ്ത ഫുഡും മേടിച്ച്, രാത്രിയത്തെ ഫുഡ് വേണമല്ലോ, അപ്പോൾ ഫുഡും മേടിച്ച് ഞാൻ നേരെ ഹോസ്റ്റലിൽ പോയി. ഹോസ്റ്റലിൽ ചെന്നപ്പോഴത്തേക്കും തന്നെ ഞാൻ ആകെ ക്ഷീണിച്ച് അവശയായിരിക്കുന്നു. പിന്നെ രാത്രി ആ ഫുഡും കഴിച്ച് കിടന്നുറങ്ങി. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.